നമസ്തേ. നമസ്തേ. എനിക്ക് സ്വാഗതം. ഞാൻ സത്യനാരായണൻ, എൻ്റെ കോ ഹോസ്റ്റ് TP മധുസൂദനൻ. എല്ലാ പ്രാവശ്യവും തുടക്കത്തിൽ പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇന്ന് മധുസൂദനൻ കുറച്ച് വേർക്കും. എന്താണത്? കാരണം ഒരു 20-24 വർഷം പിന്നോട്ടുള്ള കോഴിക്കോട്ട് കൂടെ ഇന്നത്തെ പോലെ ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ കടും ചൂടൊന്നും ഇല്ലാത്ത ഒരു നല്ല കാലം, അതും ഒരു സായാഹ്ന സവാരിക്കാണ് മധു ഇറങ്ങുന്നത്. അപ്പൊ എന്താ പരിപാടി? നമ്മളെ പഴയ ആ കോഴിക്കോട് നമ്മളെ നമ്മൾ പഠിച്ച കോളേജ് ഉണ്ടല്ലോ, ക്രിസ്ത്യൻ കോളേജിന്റെ അതിന്റെ മതിലിന്റെ മേലെ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇരുത്തുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് 6 മണിയൊക്കെ ആകുമ്പോ നമ്മളൊരു സ്ട്രീറ്റിലേക്ക് ഒരു നടത്തം, ആ മുട്ടായി തെരുവിലൂടെ ഇങ്ങനെ നടന്ന് ഒരു റൗണ്ട് അടിച്ച് ആ മൊയ്തീൻ പള്ളിന്റെ അതിലേ പോയി. അതായത് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് മറ്റേ വയനാട് റോഡ് കൂടെ പോയിട്ട് വയനാട് ജംഗ്ഷൻ കടന്ന് അങ്ങനെ പള്ളിയൊക്കെ കടന്നിട്ട് ഉള്ള യാത്ര. അത് ഞങ്ങൾ 5-6 പേരുണ്ട്. അത് സ്ഥിരം ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങളെല്ലാരും കൂടി ഒരു ഗ്യാങ്ങാണ്. അത് സ്ഥിരം ഇങ്ങനെ ഒരു നടത്താണ്. അതിങ്ങനെ അവിടുന്ന് ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പല വാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയി. അതുവരെ ചിലവർ ഫുട്ബോൾ കളി ഉണ്ടാവും, ചിലവർ ക്രിക്കറ്റ് കളി ഉണ്ടാവും. അങ്ങനെ ഗ്രൗണ്ടിൽ പല കളികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചതിന് ശേഷമാണ് നമ്മളെ പ്രഭാ ഹോട്ടൽ ഉണ്ടല്ലോ പഴയ, മത്സരത്തിന്റെ അതിന്റെ അപ്പുറം മറ്റേ ഇയാളെ ഹോട്ടൽ ഉണ്ടായിരുന്നു. ആരായിരുന്നു അയാളെ? നമ്മളെ ജയപ്രകാശിന്റെ അച്ഛൻ. അവിടെ ഉണ്ടായിരുന്നു കുറെ. അപ്പൊ അവസാനം അയാൾ അവിടുന്ന് നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി ഫാന് അഴിച്ചു മാറ്റിയത്. ആ മൂലയിൽ ഒരു സീറ്റില് നമ്മൾ സ്ഥിരമായിട്ട് ഇരുത്തായിരുന്നു. അപ്പൊ ആ സീറ്റിന്റെ ഇരുത്തത്തിൽ നിന്ന് അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എണീച്ചു പോടാന്നൊന്നും പറഞ്ഞ നമ്മൾ ആരും പോകില്ലല്ലോ. അപ്പൊ അവസാനം അയാൾ എന്ത് ചോദിച്ചാൽ അവിടുത്തെ ഫാൻ അങ്ങോട്ട് ഒഴിവാക്കി, കളിച്ചു വന്ന് ഒരു ചായയും കുടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഇരുത്താ. അപ്പൊ അതങ്ങോട്ട് ഒഴിവാക്കി പിന്നെ കുറെ ആൾക്കാർ അവിടുന്ന് ഇറങ്ങി. അങ്ങനെയാണ് വൈകുന്നേരം പിന്നെ ഈ നടത്തം അങ്ങനെ എപ്പോഴും ഒരു രസമാണ്. നടന്നിങ്ങനെ പോയി മാവൂറോട് വഴിക്ക് ഇങ്ങനെ. അന്ന് നമ്മളെ ഈ ടൗൺ ഇങ്ങനെ ഇല്ലല്ലോ. ഇത് അബൌട്ട് ഒരു 79 കഥയാണ്. നിങ്ങൾ പറഞ്ഞ 24 years അല്ല, 79-80 നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്തത്. അതിലും പിന്നോട്ടാ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ 79-80 എന്നൊക്കെ പറഞ്ഞ കാലം ഇവിടെ എത്തി. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ നടക്കുക തന്നെ മാവൂറോടൊന്നും ഒന്നുമില്ല. മാവൂറോട് എനിക്ക് തോന്നുന്നത് അന്ന് ശ്മശാനത്തിലേക്ക് ആ വഴിക്ക് പോകുള്ളൂ. മാവൂറോട് അല്ലെങ്കിൽ ശ്മശാനം, പിന്നെ മഹേന്ദ്രന്റെ എന്തോ ഒരു പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. ആ റോഡിൽ അത്രേ ഉള്ളൂ, വേറെ ഒരു സാധനവും ഇല്ല അന്ന്. പിന്നെ നാഷണൽ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു അല്ലേ, ആഷിഖിന്റെ നാഷണൽ ഹോസ്പിറ്റൽ. മൊയ്തു ഡോക്ടർ അതിന്റെ മുന്നിൽ ഒരു ടൂറിസ്റ്റ് ഹോം ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. മെയിൻ അശോക ഹോസ്പിറ്റൽ. അതിന്റെ ഇടയിൽ എടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? പഴയ കോപ്പറേറ്റീവ് സൂപ്പർ മാർക്കറ്റ്. സാധാരണക്കാരന്റെ ഇന്നത്തെ സൂപ്പർ മാർക്കറ്റ് അന്നത്തെ അതുള്ളൂ. 4 നില സൂപ്പർ മാർക്കറ്റ് അന്നൊരു വലിയ സംഭവമാണത്. സൂപ്പർ മാർക്കറ്റിൽ പോയി ഷോപ്പിംഗ് ഒക്കെ വാങ്ങി പോകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിറ്റുണ്ടായിരുന്നു എൻ്റെ ഒരു കുടുംബക്കാരന്റെ. ആളെ പേര് ഞാൻ പറയുന്നില്ല, ആള് കുറച്ച് ഫേമസാ. ഞങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ബുദ്ധിമുട്ട് വേണ്ട. അയാൾ മരിക്കുകയും ചെയ്ത്, അയാളെ ഭാര്യയും കുട്ടികളൊക്കെ പോകുന്നുണ്ടേ. അയാള് ഭാര്യനോട് സാധനമൊക്കെ വാങ്ങാൻ പറഞ്ഞ് ഭാര്യ ചെറുപയറും പയറും മറ്റൊക്കെ വാങ്ങി പുറത്തേക്ക് വന്ന് നോക്കുമ്പോ ഭർത്താവിനെ കാണുന്നില്ല. നോക്കുമ്പോ ആ പുള്ളി വീട്ടിലേക്ക് പോണ്ട ബസ് വന്നപ്പോ കയ്യടിച്ച് കയറിയിട്ട് പോയി. അങ്ങനെ ഒരു തമാശ ഉണ്ടായത്. നമ്മൾ അവസാനം പോയിട്ട് ബസ് കയറ്റി പുറത്തൊരു കഥയൊക്കെ ഉണ്ടായിരുന്നു. അയാൾ അങ്ങനെയാ, അയാളൊരു പ്രൊഫസറൊക്കെ, പക്ഷെ അയാൾക്ക് ഒരു ആബ്സെന്റ് മൈൻഡഡാ. മൂപ്പര് ഏതോ ഒരു ചിന്തയിലുണ്ടാവും, ആ ചിന്തയിൽ മൂപ്പരങ്ങ് വിട്ട്. അങ്ങനെ ഒരു കഥയൊക്കെ ഉണ്ടായിരുന്നു പഴയ. അപ്പൊ അതൊക്കെ ഇപ്പൊ ഇങ്ങനെ ആ വഴിക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പ് നമ്മളിങ്ങനെ ആലോചിച്ചു പോവുകയാണ്. അങ്ങനെ
അത് അതെ അങ്ങനെ അതെ നടന്ന് ഇങ്ങനെ ഒരു വൈകുന്നേരങ്ങളിൽ ഒരു വലിയ രസമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അന്ന് അന്ന് ഏറ്റവും CSI വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ അല്ലേ അവിടെ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അന്ന് അത് കഴിഞ്ഞ CSI ബിൽഡിംഗ് CSI ഉണ്ട്, കൊച്ചിൻ ബേക്കറി. കൊച്ചിൻ ബേക്കറി ഇല്ല. കൊച്ചിൻ ബേക്കറി ഒക്കെ അതിന് ശേഷം വന്നതല്ലേ. CSI ബിൽഡിംഗ് കൊച്ചിൻ വന്നിട്ടുണ്ട്. ആ അവിടെ പിന്നെ നമ്മളെ അതെ. ക്വാളിറ്റി സ്വരാജിന്റെ ഒക്കെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. ഉം, അന്നത്തെ ഉം, വലിയ ഉം. ബേക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഇതാണല്ലോ. അതിന്റെ അപ്പുറത്തുള്ള ബേക്കറി ഉണ്ടല്ലോ, ഡിലക്റ്റ ഡിലക്റ്റ. ഡിലക്റ്റ ഡിലക്റ്റ് അല്ലേ? ബേക്കറി അന്ന് ഡിലക്റ്റയാണ് വലിയ കോഴിക്കോട്ടുകാരെ അതെ അതെ, അടിച്ചിട്ട് കോഴിക്കോട്ടുകാരുടെ. അതെ അതെ. ഫേമസ് ആയിട്ടുള്ള ഒരു സാധനം ഡിലക്റ്റ ബേക്കറി. ഉം, ഉം. നമ്മളൊക്കെ അവിടെ നിന്നല്ല എന്തെങ്കിലുമൊക്കെ വാങ്ങുക. പിന്നെ മറ്റേ ചന്തപ്പന്റെ ഇതുണ്ടായിരുന്നു, ചിപ്സ് കട. ചന്തപ്പേന്റെ ചന്തപ്പന്റെ ചിപ്സ് കട അതൊരു വലിയ സംഭവം തന്നെയാ. ഏഹ് ഇപ്പോഴുണ്ട്. ആ ഒരു വരുന്ന ബനിയനൊക്കെ വഴിയിൽ ഇട്ടിട്ട് വെക്കുന്ന. ഇപ്പോഴും ഉണ്ട്. ഉം. പക്ഷെ പൊരിയൊന്നും ഇല്ല ആ എന്നുള്ള കടയുണ്ട് അവിടെ ഇപ്പോഴും. നിൽക്കുന്നത്. അതെ, അവിടെ കുറച്ച് റോഡ് വീതി കൂടിയിട്ട് കുറച്ച് ആ മുന്നോട്ടൊക്കെ സ്ഥലമൊക്കെ പോയി. പോയിട്ടുണ്ട്. എന്നാലും പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോഴും അവിടെ നടത്തുന്നുണ്ട്. അവിടെ മറ്റേ വറക്കുന്നില്ല. അപ്പൊ വർക്ക് ഉള്ളുന്നുണ്ട്. അവര് വീട്ടിൽ ഉള്ളിലായാലോ വറുത്തിട്ട് അവര് അവിടെ കൊണ്ടുവരാണ്. അങ്ങനെയാണോ? ഞാൻ അല്ല, കഴിഞ്ഞ വർഷം പോയപ്പോ കണ്ടിരുന്നു. മകനായിട്ടൊക്കെ നമ്മളെ ഇതിലൊക്കെ ഞാൻ ബന്ധമുണ്ട് ഇപ്പോഴും. ആ പഴയ കണക്ഷൻ ഉണ്ട്. അത് ശരി. പിന്നെ CSI പള്ളി. പള്ളീന്റെ അപ്പുറം ഒരു എന്താ ഒരു കുട്ടൻസ് റെസ്റ്റോറന്റ് ചായ കിട്ടിയിരുന്നു. ചായ കിട്ടുന്ന ഒരു ഫേമസ് റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അവിടെ ഒരു കുട്ടൻസ് റെസ്റ്റോറന്റ്. നല്ലൊരു അതെ, സുന്ദരനായിട്ട് നല്ല ഒരാൾ, ചായ. ഒരു മുണ്ട കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അത് തന്നെ അത് അല്ലേ? തന്നെ അത് തന്നെ. അപ്പൊ ഉം, അവിടെ പോയി നല്ലൊരു ചായയും പിന്നെ ചിലപ്പോ ഒരു ഉം, പിട്ടും സ്റ്റൂവും വെള്ളക്കും സ്റ്റൂ ഉം. വൈകുന്നേരത്തെ അങ്ങനത്തെ അതെ. സാധനങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പൊ അതൊക്കെ ചിലപ്പോ ചായ കുടിക്കും അവിടുന്ന്. ഉം, അങ്ങനെയാണല്ലോ നമ്മളെ നടത്തം ഇങ്ങനെ പോവുക. ഉം. അത് പിന്നെ CH ഓവർ ബ്രിഡ്ജ് ഒന്നും ഇല്ല. ഒന്നാം കഴിഞ്ഞ അങ്ങോട്ടേക്ക് ഒരു ചെറിയ റോഡല്ലേ, മലങ്കര. അങ്ങോട്ട് ചെറിയൊരു റോഡ്. പേരകങ്ങളിലേക്ക് ഒന്നും ഇല്ല ഇന്നത്തെ വലിയ സാധനം. അതിന് ശേഷം വന്നത്. ചെറിയ റോഡല്ലേ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും അതെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോ അതെ അന്നത്തെ അതെ. ഏറ്റവും വലിയ രസം നമ്മൾ ഈ CSI എത്തുമ്പോ. ഉം, ഉം. CSI കത്തീഡ്രൽ അവിടെ ഇങ്ങനെ കല്യാണങ്ങൾ ഉണ്ടാവും. വൈകുന്നേരമാണല്ലോ ക്രിസ്ത്യൻ കല്യാണങ്ങൾ ഉണ്ടാകുക. അതെ അപ്പൊ അതെ. കല്യാണം ഉണ്ടാകുമ്പോ നമ്മളവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉം. രസമാണ്. ഒന്നൊന്ന് കേറിയാലോ നല്ല ബിരിയാണി ഉണ്ടെന്ന് തോന്നും. റൈറ്റ്. അപ്പൊ നമ്മളൊന്നും കൂടി SM സ്ട്രീറ്റ് വരെ ഒന്ന് നടന്നിട്ട് വന്നിട്ട് കേറിയാലേ എല്ലാവരും അതായത് പള്ളിയിലെ പള്ളിയില് പരിപാടി ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അപ്പൊ ലൈറ്റും തൊട്ട ഹോൾ ഉണ്ടല്ലോ, ജസ്റ്റ് ആണല്ലോ അതിന്റെ ഹാള്. അപ്പൊ ഹോളിലേക്ക് അതെ കേറിയിട്ട് അതെ അതെ അതെ. അപ്പൊ ഒരു നല്ല സൗകര്യമാണ്, നടന്നങ്ങോട്ട് കയറിയാൽ മതി. 6-7 മണിക്ക് ആണല്ലോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് കയറും. ഉം, സുഖമായിട്ട് കയറും. ഞങ്ങൾ കുറെ ആള് കയറി ഉം, നല്ല സുന്ദരമായിട്ട് ബിരിയാണി ഒക്കെ അടിച്ച് സ്റ്റേജിൽ കയറി പെണ്ണും ചെക്കനും നല്ലൊരു അനുഗ്രഹമൊക്കെ കൊടുത്ത് വിഷയം പയ്യൊക്കെ പറഞ്ഞ് ഞങ്ങൾ വരും. അതൊക്കെ നല്ല ഭയങ്കര തമാശ. ഇന്ന് ആലോചിക്കാൻ പറ്റൂല. ഇന്നൊന്നും ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഗതികേടോണ്ടിട്ട് ആരും ഭക്ഷണം കിട്ടാണ്ട് ചെയ്താലേ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. അല്ലാണ്ടൊന്നും ആരും ഒന്നും ചെയ്യൂല. അത് നമ്മളൊരു രസമാണ് അതെ ഇതൊക്കെ. ഉണ്ടല്ലോ. ചില ദിവസം ബീഫ് ബിരിയാണി ഉണ്ടാവും, ചില ദിവസം ചിക്കൻ അതെ. ബിരിയാണി ആയിരിക്കും. അങ്ങനെ പല ജാതി ബിരിയാണികളോ ആ. എന്തെങ്കിലുമൊക്കെ ഉം, ഉണ്ടാവും. ഉം. അതൊക്കെ ഇങ്ങനെ കഴിച്ച് അതെ. ഉളുപ്പില്ലാണ്ട് യാതൊരു നാണക്കേടും ഇല്ലാണ്ട് ഇറങ്ങി വരുന്ന ഇതൊക്കെയാണ്. അന്ന് ചെയ്ത പരിപാടികളൊക്കെ ഉണ്ട് വേറെ. ചില ആൾക്കാര് ഉം. നമ്മളൊക്കെ കോളേജ് വേറെ ഗ്യാങ്ങും വരും, വിളിച്ചു പറയും. അന്ന് ഫോണില്ല, ആ ആ. സൈക്കിൾ എടുത്ത് പോവുക ചെയ്യുക. പോയിട്ട് ഉം, പറയുന്നത് ഇട്ടോടെ. അപ്പം ഉം. ബാക്കി ആളും കൂടി വരും. അപ്പൊ വന്നിട്ട് കയറിയാൽ ഞങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നറിയോ? അന്നെ ആരാ വിളിച്ചത്? വിളിച്ചിട്ടില്ല, നമ്മള് വിളിച്ചു വന്നതാണ്, ഈ വിളിച്ചു വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കും. എന്നിട്ട് എങ്ങനെയെങ്കിലൊക്കെ തിന്നെണീച്ച് പോണ്ടിയൊക്കെ വരും ചിലപ്പോ. പക്ഷെ ഈ കൂട്ടത്തിൽ വലിയ ആരെ പേരും ഒന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാരും മാന്യമായിട്ട് ഉം, ഉം. കോഴിക്കോട് അതെ അതെ ജീവിച്ചു അതെ പോകുന്ന ആൾക്കാരാണ്. അതെ. പിന്നെ അപ്പൊ പിന്നെ ഈ സാധനമൊക്കെ 100 ആള് കണ്ടു കഴിഞ്ഞാല് അവിടെ വളരെ മോശമാണ്. വളരെ എന്നേക്കും അത് മോശമായി പോകും. റെക്കോർഡഡ് ആവും. പിന്നെ എന്നെ തെരഞ്ഞു ഇന്റർനെറ്റിൽ വന്ന് നിന്ന് തല്ലു. ഒരിക്കലും പോകില്ല സാർ. പോവില്ല. അപ്പൊ അതുകൊണ്ട് ആരും പേരും പറയാൻ പറ്റില്ല. എല്ലാരും ഇന്നുണ്ട്. ആരും ഒഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു വളരെ രസമായിട്ടുള്ള സംഗതിയായിരുന്നു. ഉം, ഒരു ഉം, ഉളുപ്പില്ലാണ്ട് ആരതോ തിന്ന് പോകല്. അതേമാതിരി അത് ക്രിസ്ത്യൻ കോളേജിൽ വെച്ചിട്ട് ചില സമയം കല്യാണം ഉം. ഉണ്ടാവും. പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട്. നമ്മളെ പ്രിൻസിപ്പൾ എന്നെ വിളിക്കും, ബാ മോനെ അത് ശരി. നിങ്ങൾ എല്ലാവരും ആ വാന്നറിയും. ആ. മതി ഉം, വേ ഉം, നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞു കൂട്ടി പോകും. നമ്മൾ മൂപ്പരുടെ കൂടെ പോയാൽ മതി. ഉം, അങ്ങനെ ഉം. ഒരു പ്രാവശ്യം ഒരു കല്യാണത്തിന് പോയപ്പോ ഈ കല്യാണം ഞങ്ങളെ ക്ഷണിച്ചിട്ടാ പോയത്. ആ നമ്മളെ ക്ഷണിച്ചിട്ട് തന്നെ പോയി. ആ നമ്മളവിടുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ വേറൊരു ഗ്രൂപ്പ് ഇതേമാതിരി വന്നിരുന്നു. ആ. വിപരീതമായിട്ട് അവര് ക്ഷണം കിട്ടിയിട്ട് പോയൊരു കല്യാണം. ഞങ്ങൾ ക്ഷണം കിട്ടിപ്പോയല്ല, ആ മറ്റൊരു ക്ഷണം കിട്ടാതെ വന്ന കല്യാണം.
ക്ഷണം കിട്ടാതെ വന്ന കല്യാണത്തിന് ഉം. ഇതേമാതിരി തമാശ അന്നെ ആര് വിളിച്ചിട്ടാടാ നീ വന്നതെന്നൊക്കെ ചോദിച്ചിങ്ങനെ കളിക്കുമ്പോഴാണ് ഈ കല്യാണ ചെക്കന്റെ അച്ഛൻ ഉം. ഇത് കാണുന്നത്. ഉം. ഉം. അയാൾക്ക് ഈ വന്ന ആളെ തീരെ കണ്ടുകൂടാ. ഉം. കോളേജിലില്ല ചെറിയ ഒരു ഉം. പ്രശ്നം ഉം. ഉണ്ടായിരുന്നു. അത് കണ്ടുകൂടാ. ഉം. അതെ. എണീപ്പിച്ച് എണീക്കാൻ പറഞ്ഞേ. ഉം. എണീച്ച് യു ഹാവ് ടു ഗോ ആൻഡ് ഗെറ്റ് ഔട്ട്. കല്യാണ ഇയാളിൽ അയാൾ വെച്ചിട്ട്. എന്നിട്ട് അവനെ ഇറങ്ങി പോകേണ്ടി അയ്യോ. വന്നിട്ട്. അയാൾ ഇന്നിപ്പോ ഇല്ല, ഇറങ്ങിപ്പോയാളിന്നില്ല, മരണപ്പെട്ടു പോയി. ഏഹ് അയ്യോ. ആ ഉം. നമ്മളെയൊക്കെ ഉം. സീനിയർ ഉം. ആയിരുന്നു. അങ്ങനെ ഉം. അതൊരു ഉം. ഭയങ്കര ഒരു രംഗായിരുന്നു. പിന്നെ ഞങ്ങള് അവിടുന്ന് കഴിച്ച് ചെക്കന്റെ കൂടെ ഓരോ വീട്ടിലൊക്കെ പോയിട്ടൊക്കെ അങ്ങനെയൊക്കെയാ വന്നത്. പക്ഷെ അവരൊന്നും വലിയൊരു നാണം കെട്ടൊരു സംഗതിയായി. ഞങ്ങള് തമാശ ഉം. കളിച്ചതാണെങ്കിലും സംഗതി ഒരു സീരിയസ് ആയി മാറി. സീരിയസ് ആയി പോയി. അപ്പൊ അത് ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഒരു തമാശകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ തമാശക്ക് അല്ല എന്ത് തിരിച്ചു വയസ്സ് കിട്ടിയിട്ടുണ്ടോ അങ്ങനെ പോയിട്ട്? ഇല്ല, തിരിച്ചു കിട്ടിയില്ല. ഞാൻ തിരിച്ച് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അതിലൊക്കെ രക്ഷപ്പെട്ടു പോയിട്ട്. കിട്ടിയിട്ടില്ല. ഭാഗ്യമുണ്ട്. പിന്നെ നമ്മളെ ആൾക്കാരെ കല്യാണത്തിന് അധികം കാരണവന്മാരും അങ്ങനെ ചെയ്ത പോകില്ല. ഗുണമാണ്. നമ്മളെ ആൾക്കാരെ പോയി ആ. കല്യാണത്തിന് ആ. മുമ്പ് രാവിലെ ഇരിക്കുമല്ലോ. പിന്നെ ഈ ഉം. സദ്യ കഴിക്കാനൊന്നും ഉം. നമുക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഈ ബിരിയാണി അതെ. ഒക്കെ തീരെ കഴിക്കാനാണ് നമുക്ക് അന്നും ഇല്ല, താല്പര്യം ഇന്നും ഉണ്ടാവും. കുറവ് തന്നെ ആയിരിക്കും. കുറവല്ലേ. അപ്പം പിന്നെ അതെ. അപ്പൊ ഇതൊക്കെ ചില ദിവസങ്ങളിലാട്ടോ. ഒന്നും എപ്പോഴും ഇല്ല, എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടായ ഒരു ചെറിയ കഥകൾ. ഇന്നിപ്പോ ഉം. വയസ്സുകാലത്ത് ഉം. ഇതൊക്കെ ചിന്തിച്ചിരിക്കാൻ നല്ല രസമുള്ള കാര്യമാണ്. ഉം. കുറച്ച് പിന്നെ പ്രായമൊക്കെ ആയപ്പോ നമ്മളെ ഈ ചാനല് കാണുന്ന അവരോട് പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാനുള്ള ഒരു ധൈര്യം കൂടി ഉണ്ടാവില്ല. ഇപ്പത്തെ പിള്ളേർ ഓടും. പിള്ളേർക്ക് നാണക്കേടും ആളെ മുന്നിൽ ഇറങ്ങാത്ത പിള്ളേരാണല്ലോ. അതുകൊണ്ട് അവർക്കൊന്നും അതൊന്നും അതെ. സാധിക്കില്ല. ഇതൊക്കെ നമ്മളെ മാതിരത്തില്ല, നമ്മളെ പഴയ കാലഘട്ടത്തിലെ ആൾക്കാർക്ക് മാത്രം പറ്റുന്ന അതെ. ചില കാര്യങ്ങളാണ്. കാരണം സ്കിൻ ക്വാളിറ്റി മാറി. അന്ന് തൊലിക്കട്ടി കൂടുതലായിരുന്നു. ഇപ്പൊ ഭയങ്കര തൊലിക്കട്ടി കുറവുള്ള കൂടുതലായിരുന്നു. പിള്ളേരാ. അതെ അതെ അതെ. സെൻസിറ്റിവിറ്റി ഒക്കെ കൂടി. പിന്നെ അന്ന് നമ്മൾക്ക് ഇതിനൊന്നും ഇങ്ങനത്തെ ഈ ക്ലൂസ് ഇല്ലല്ലോ. ഒന്നിനൊരു ക്ലൂസ് അതെ. കളിയൊന്നും ഇല്ലല്ലോ. ഇന്നെല്ലാവർക്കും ഉം. ഒരു വെറുതെ ഇല്ലാത്ത, എന്താ പറയാ അതിന്, ഇല്ലാത്തത് അതെ. കാണിച്ചിട്ട് ഒരു ആൾക്കാരാണല്ലോ ഇന്ന് മുഴുവൻ. നമ്മളങ്ങനെയല്ലല്ലോ. ഉം. നമുക്ക് ഉം. ഇല്ലത് അതെ ഇല്ല, അതെ അതെ. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതൊന്നൊരു വലിയ വിഷയമില്ല, കാര്യമൊന്നും. അപ്പൊ അങ്ങനെ അതൊരു പ്രശ്നമേ അല്ലല്ലോ. ഉം അതൊന്നും ഒരു പ്രശ്നമല്ല, ഒരു വിഷയമല്ല. ഉം. അതൊക്കെ ഒരു നല്ല തമാശയായി. കാലമായിരുന്നു ശരിക്കും എല്ലാം കൊണ്ടും. നല്ലൊരു അതെ. കാലം ആലോചിക്കാൻ പറ്റൂല കേട്ടോ. അതൊക്കെ ഉം. ഇന്നത്തെ ഉം. കുട്ടികൾക്കൊന്നും ചിന്തിക്കാൻ പറ്റൂല. നമ്മളെ ആ ഉം. ഒരു ഫ്രണ്ട്ഷിപ്പും ആ രസവും അതെല്ലാം ഉം. പിടിയും കൂടലും അങ്ങനെ അതെ. ഇതാക്കിയിട്ട് പോരും. അതിന്റെ ഇടയിൽ പൈസ എല്ലാം കൂട്ടിയിട്ട് എല്ലാവരും 2 റുപ്യയും 10 റുപ്യൊക്കെ കൂട്ടിയിട്ടാണ് അതെ. വൈകുന്നേരത്തെ ഒരു ചായ കുടിക്കലും. ഉം. SM സ്ട്രീറ്റ് പോയിട്ട് ഇന്ത്യൻ കോഫി ഹൗസ് വരെ പോകും. കാരണം ഏറ്റവും വില കുറവിൽ കിട്ടുന്ന ഉം. നെയ്റോസ്റ്റും മസാല ദോശ അവിടെയാണ്. ബാക്കി എല്ലായിടത്തും 5 റുപ്യ ഉണ്ടെങ്കിൽ അവിടെ 3 റുപ്യക്ക് കിട്ടും. ആ കാലത്ത് ഉം. അത്രയൊക്കെ ഉള്ളൂ. ഒരു ചായയും കുടിക്കാം. അതെ. ഇതൊക്കെ ഉം. കുടിച്ചാൽ ഉം. 4 റുപ്യറ്റേ ആവുള്ളൂ. അപ്പൊ അതെല്ലാം കൂടി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കൂടി അവന്റെ അടുത്ത് ഉണ്ടെങ്കിലും അവന്റെ അടുത്ത് എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ഒരു ഒരു ഭയങ്കര ഒരു സ്നേഹമില്ല ഒരു കാലഘട്ടമായിരുന്നു. ഇന്നിപ്പോ ഉം. അതൊന്നും ഇല്ല. അത് വലിയൊരു നഷ്ടം അതെ. തന്നെയാണ്. അല്ല ഉം. അത് വെച്ചാൽ ആ നേരെ ഉള്ള ഒരു ഇതായിരുന്നു. ആ നേരെ വാ നേരെ പോവുക എന്നുള്ളത് എല്ലാവർക്കും അങ്ങനെയായിരുന്നു. അതെ. എല്ലാവർക്കും നല്ല അല്ല സ്നേഹമായിരുന്നു. പൊയ്മുഖങ്ങൾ കുറവായിരുന്നു. എല്ലാരും ആ കാണുന്ന ആള് തന്നെയായിരുന്നു. കാണുന്ന അതെ. ആ ഒരു ആൾ തന്നെയാണ് നമ്മള് നമ്മളെ ഇപ്പോ ഇടപെടുത്തുന്നത്. നമ്മളീ പറഞ്ഞ നടത്തം കൃഷിഭവൻ ഇങ്ങനെ ഉം. നടന്നു പോവുക. ഇതേ സമയത്ത് ഉം. തന്നെയായിരിക്കും അതേ വഴിയിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പല ആൾക്കാരും ഉണ്ട്. ഈ ആൾക്കാരെയൊക്കെ നമ്മൾ വിഷ് ചെയ്തു, കണ്ടും ചിരിച്ചും ഇതിലോട്ട് പറഞ്ഞിട്ടും കോഴിക്കോട്ടെ ഉം. പല പ്രമുഖരും പല പല ഉം. പ്രമുഖരുണ്ട്. ആ ഇല്ല ആൾക്കാരൊക്കെ നമ്മളോട് സല്യൂട്ട് ചെയ്യും, വിഷ് ചെയ്യും. ഉം. നമസ്കാരം. നമുക്കൊരു മറ്റേ എന്താ പറയുക, ഒരു ഈവനിങ് വാക്ക് എല്ലാവരും ഒരു പതിവായിരുന്നല്ലോ. അതെ. ഒരു രസമുള്ള ഒരു എല്ലാവരെയും പതിവാണ്. സംഗതിയാണ്. ആ അതെ. അത് ഭയങ്കര ഒരു ആലോചിക്കാൻ പറ്റാത്തൊരു സാധനം തന്നെയാണ്. ഇന്നത്തെ പിള്ളേർക്ക് എന്ത് ആ മൊബൈൽ കിട്ടിയാൽ മതി. അതിങ്ങനെ അതെ. വെറ്റില തേക്കുന്ന മാതിരി അതെ. മേലോട്ടും താഴോട്ടും തേച്ച് ഇങ്ങനെ ഇരിക്കുകയായി. അല്ല മാത്രല്ല അന്ന് SM സ്ട്രീറ്റിനും പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ നടക്കാൻ പറ്റാത്ത മാതിരി ആക്കിയിട്ടില്ല. ആക്കിയിട്ടില്ല. നല്ല വളരെ സുഖമായിരുന്നു. സുന്ദരമായ ഒരു സ്ഥലമായിരുന്നു. അതിലൂടെ കുറച്ച് സൈക്കിളോ സ്കൂട്ടറോ ഒക്കെ കുറെ അപൂർവ ആ ഇതൊക്കെ പോവും. അങ്ങനെ പോവും. അതൊരു പിന്നെ ഭയങ്കര ഒരു അതുപോലെ തന്നെ അവിടെ അന്ന് ഈ CSIന്റെ ഈ പറഞ്ഞ സ്ഥലം കഴിഞ്ഞാല് കുറച്ച് മുന്നോട്ട് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാല് ആ പിന്നെ ഇപ്പോഴല്ലേ അൻസാരി പാർക്ക് അല്ലേ അതിന്റെ പേര്? അവിടെ ഒരു തന്നെ പാർക്ക് ഉണ്ട്. പാർക്കില്ലേ? എനിക്ക് അതിന്റെ ആ മാനാഞ്ചിറയോട് തൊട്ടിട്ട് ചെറയനോട് അതെ തൊട്ടിട്ട് അതെ ഇല്ല ആ പാർക്ക് അതെ. ഉണ്ടല്ലോ. ആ പാർക്ക് പാർക്ക് എന്റെ പേര് ടാഗോർ ഇപ്പറം പാർക്കാ? അല്ല അല്ലേ? ടാഗോർ പാർക്ക് ഇപ്പറല്ലേ ഇത്? അതായത് നമ്മളെ എനിക്ക് വലിയ ഓർമ്മയില്ല അപ്പൊ. പാർക്ക് റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ടായ സ്ഥലമാണ്. ആ ആ ആ അതുണ്ടായിരുന്നു. ശരിയാ, മറ്റേ ആ ഫലൂദ കിട്ടുന്നത്.
പിന്നെ ഫാലൂദ പാർക്ക് എന്നൊക്കെ അതിന്റെ പേര് മാറി. ആദ്യമായിട്ട് ഫലൂദ അവിടെ അല്ലേ അതെ ഫാലൂദ കിട്ടുന്നത്. അപ്പൊ ഈ പാർക്ക് അതെ സ്റ്റാറിന്റെ ഒരു അതെ സൈഡ്, അതെ അതെ. അപ്പൊ ഈ പാർക്ക് സ്റ്റാറിന്റെ മേലെ നമ്മളെ മതിലുണ്ട്. ആ മതിലിന്റെ മേലെ കുറച്ചു നേരം ഒരു ഇരുത്തുണ്ട് ചില ആൾക്കാരെയൊക്കെ അവിടുന്ന് കാണാൻ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മുന്നോട്ട് പോവുക. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്പോർട്സ് കൗൺസിലിന്റെ ഒരു ഓഫീസാണ് അവിടെ, മാനേജർ ടേണിങ്ങിൽ. ഇന്നിപ്പോ അത് ഉണ്ടോ അവിടെ അറിയില്ല, ഉണ്ടോന്നോ. അപ്പൊ മറ്റേ മനാഞ്ചിറ നവീകരണത്തിന്റെ ഭാഗമായിട്ട് അതൊക്കെ അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. ഉറപ്പില്ല. ഇന്നിപ്പോ ആ റോഡില്ല. അന്ന് പക്ഷെ അതൊരു അവിടെ എപ്പോഴും ആളുണ്ടാവും. ഇന്നിപ്പോ റോഡും കോളും ഒക്കെ ഒന്നായി. റിലാക്സ് ചെയ്യുന്നുണ്ടാവും. റോഡും കുളവും പാർക്കും മാനാഞ്ചേരി ചെറിയും മൈതാനവും എല്ലാം കൂടി ഒന്നാക്കിയിട്ട് വലിയൊരു റൗണ്ടായി പോയി. അന്ന് അങ്ങനെയല്ല. അന്ന് ഈ റോഡിലെ കൂടെ ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ വന്ന് ആ മാനാഞ്ചേരിന്റെ ഹാഫ് മതിലുണ്ട്. ഈ മതിലിന്റെ മേലെ സ്ഥിരമായിട്ട് വൈകുന്നേരങ്ങളിൽ ഇരിക്കുന്ന ഒരുപാട് കാരണവന്മാരും ചെറുപ്പക്കാരും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളെല്ലാരും ഇരുന്നിട്ട് എല്ലാരും ഇങ്ങനെ ഇരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഒന്ന് എന്ത് സല്യൂട്ട് അടിക്കും, തമാശ പറയും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞ് SM സ്ട്രീറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ പിന്നെ ഏറ്റവും വലിയ സംഗതി ആയിരുന്നു കിഡ്സൺ കോർണർ. അല്ല, അതിന് മുമ്പ് മറ്റേ മുതലക്കുളം. മുതലക്കുളം ഉണ്ട്. ഈ മുതലക്കുളം മൈതാനത്ത് ഒരുവിധം ദിവസം എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ എന്തെങ്കിലും ഒരു പരിപാടി അവിടെ നടത്തും. അവിടെ അലക്ക് കല്ലിന് പൊന്നാട അണിയിച്ച വരെ കഥ വരെ ഉണ്ടായിട്ടുണ്ട്. അത് ശരി, അതെന്താ? അത് അലക്ക് കല്ലിനെ പൊന്നാട അണിയിച്ചിട്ടുണ്ട്. ആ പുള്ളിനെ പറ്റി നമുക്ക് ഒരു എപ്പിസോഡ് ചെയ്യാം. ആരാന്നറിയാം? രാംദാസൻ വൈദ്യര്. ഓർമ്മ ഉണ്ടോ രാംദാസൻ വൈദ്യർ? നമ്മളെ മനോജ് തന്നെ നമ്മളെ കൂടെയൊക്കെ പഠിച്ചൊരു ആളുടെ ആയുർവേദ ഡോക്ടറാണ്. പുള്ളിന്റെ അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛൻ ഇങ്ങനെ പല തമാശകളും ചെയ്യും. അപ്പൊ പുള്ളി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്തൊരു സംഗതിയാണ്. എത്രയോ കൊല്ലം തല്ലുകൊണ്ട ഒരു സാധനമാണ് ഈ അലക്ക് കല്ല്. അലക്ക് കല്ലിനൊന്ന് പിന്നെ പൊന്നാട അണിയിക്കണതായിട്ട് കോഴിക്കോട്ടെ പിന്നെ ഇതില് അവിടെ ഒരു വലിയ ഫംഗ്ഷനൊക്കെ ആക്കി ചെയ്തിരുന്നു. പുള്ളിക്കാണ് പിന്നെ ഒരു കാര്യമുണ്ട്, ഒരുവിധം അതൊരു വിയർഡ് ഹ്യൂമർ ആണല്ലേ, സ്പെഷ്യൽ ടൈപ്പ് മനുഷ്യനാ. ആരെയും സഹായിക്കുക, അയാൾക്ക് അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്, ആരും സഹായിക്കും. അപ്പൊ അയാൾക്ക് അവിടെ വരുന്ന കളക്ടർ, പോലീസ് ഓഫീസർമാർ, ഇവരൊക്കെ ഗാർഡിയനാണ് ഇയാൾ, വലിയ വലിയ ആൾക്കാർ. അപ്പൊ ഒരു ലോക്കൽ ഗാർഡിയന്മാര്. അപ്പൊ അതൊക്കെ ആയതുകൊണ്ട് ഇയാൾക്ക് നല്ല ഒരു ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായ ആളാണ്. പിന്നെ നമുക്ക് അയാളെ പറ്റി പിന്നെ പറയാം, ഒരുപാട് പറയാണ്ട് പുള്ളിനെ പറ്റി പറയുകയാണെങ്കിൽ. അങ്ങനെ പല സിനിമാ കഥകളും പലതും. അപ്പൊ അത് കഴിഞ്ഞാൽ ഈ മുതലക്കുളത്ത് അങ്ങനെ ഒരു സംഗതി. അപ്പൊ അവിടെ അതേമാതിരി നല്ല നല്ല ഇതൊക്കെ നടക്കും, രാഷ്ട്രീയ പരിപാടികൾ, രാഷ്ട്രീയ പാർട്ടികളുടെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും. അപ്പൊ ഞങ്ങളും പോയി ഇത് കേൾക്കും. അന്ന് പിന്നെ ഈ പറയുന്ന മാതിരി കമ്മ്യൂണിസത്തിനോടാണല്ലോ നമുക്ക് ചായ്വ്, വിപ്ലവ രാഷ്ട്രീയമാണല്ലോ. അപ്പൊ ഈ വിപ്ലവ രാഷ്ട്രീയം, വിപ്ലവത്തിന്റെ പരിപാടികളൊക്കെ കാണാനും നിൽക്കാനും ഡിവൈഫൈ ഉണ്ടോ അറിയില്ല, അതിനാണ് ഏറ്റവും അധികം ആൾക്കാരും ഉണ്ടാവുക. അതെ. അപ്പൊ നമ്മള് അതെ EMS പ്രസംഗിക്കുന്ന, എനിക്ക് EMS ഒക്കെ പ്രസംഗിച്ച് കേട്ട് നിന്നിട്ടുണ്ട് ഞാൻ, എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഞാൻ അടുത്തത് കണ്ടത് എപ്പോഴറിയാം, ആ പട്ടാളപ്പള്ളിന്റെ അവിടെ ബ്ലോക്കാവും. അങ്ങനെ അവിടെ എപ്പോഴും അങ്ങനെ ഒരു കലാപരിപാടി ഉണ്ടാവും, രാഷ്ട്രീയക്കാരെ കലാപരിപാടികൾ. ഇനി SM സ്ട്രീറ്റിന്റെ ആ സെന്ററിലൊക്കെ ഉണ്ടാവും ഇതേമാതിരി എന്തെങ്കിലും ഒരു പരിപാടി. പിന്നെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ടൗൺ ഹാൾ ഉണ്ട്. ടൗൺ ഹാളില് എന്തെങ്കിലും ഒരു അധിക ദിവസം എന്തെങ്കിലും ഒരു കലാ സാംസ്കാരികമായിട്ടുള്ള ഒരു പരിപാടി അവിടെ നടക്കും. അത് ഈ പറഞ്ഞ മാതിരി അവിടെ മറ്റേ ധൈര്യത്തിൽ പ്രോഗ്രാം നടക്കും. ചെറിയ പൈസയുള്ളൂ, അത് ചെറിയ മറ്റേ ചിലർ ബസ് മറ്റേ സമയമാകുന്നതിന് മുമ്പാണെങ്കിൽ അവരവിടെ കയറിയിരിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു അഷ്വേർഡ് ഓഡിയൻസ് ആണ്, ധൈര്യത്തിൽ ഹോൾ ബുക്ക് ചെയ്തിട്ട് പ്രോഗ്രാം നടത്താം. ആളില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. അപ്പൊ അവിടുന്ന് എങ്ങനെയെങ്കിലും അവിടെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടായത് നമ്മൾ അവിടെ നിന്നും. ശരിക്ക് സിറ്റിന്റെ അകത്ത് എപ്പോഴും നമ്മളൊരു സജീവമാണ്. നമ്മളെല്ലാ ആൾക്കാരായിട്ട് നല്ല ബന്ധങ്ങളാണ്. ഒരുപാട് കല്യാണങ്ങൾക്ക് പോകും, ഒരുപാട് ക്ഷണിക്കപ്പെട്ടതാണ്, ഒരുപാട് ക്ഷണിക്കപ്പെട്ട കല്യാണങ്ങൾ. പിന്നെ കുറെ പെൺകുട്ടികൾ ഉണ്ടാവും, നമുക്ക് ഇങ്ങനെ കാണാൻ ഓരോ പ്രായക്കാരൊക്കെ അതിലെ കുട്ടികൾ അതൊക്കെ ഇങ്ങനെ SM സ്ട്രീറ്റിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ വേറെ ഒരു കഥ. അങ്ങനെയൊക്കെ ആയിട്ട് ഇത് ഒരു രസകരമായ ഒരു ജീവിതമായിരുന്നു ആ കാലഘട്ടത്തില്. അത് അന്നത്തെ ആൾക്കാർക്കൊക്കെ ഇത് കേൾക്കുമ്പോ ഇത് ഭയങ്കര രസമായിട്ട് തോന്നും, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എല്ലാരും മറന്നുപോയ കഥയായിരിക്കും.
പിന്നെ കുറെ ആള് പറയൂല്ല. അതായത് എന്താ വെച്ചാൽ മൊബൈൽ ഫോൺ കയ്യിലില്ലാത്ത ഒരു ജനതയായിരുന്നു, ആ അതാണ് കാരണം. നമുക്ക് അങ്ങനത്തെ ഒരു മറ്റേ സാധനം ഇന്നിപ്പോ അറിയുന്നില്ലല്ലോ. നടക്കുമ്പോ മൊബൈലിൽ നോക്കിയിട്ട് നടന്ന് അടുത്തവനെ തട്ടുമ്പോഴല്ലേ സോറി അതെ, അങ്ങനെയാ സ്ഥിതി. ഇപ്പൊ നമ്മളെ പറഞ്ഞിട്ട് പോകുന്നത്. നമസ്കാരം പറഞ്ഞിട്ടില്ല പോകുന്നത്. അതെ, അന്ന് നമ്മള് കൂടെ പഠിച്ച ഒരാൾ പറഞ്ഞിരുന്നത് ആ ആ അവരനിൽ അന്ന് നമ്മളെ കൂടെ പഠിച്ച് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അവ പിന്നെ സിംഗപ്പൂരോ ഇന്തോനേഷ്യയിലോ എവിടെയോ പോയിട്ട് മൊബൈലിന്റെ ഇതിലാണ് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് അവിടെ 80s-ലൊക്കെ 87 ഒക്കെ ആകുമ്പോഴേക്കും അവിടെ ഈ 87 അല്ല, അവന്റെ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും ഒരു 90s-ന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും. ആ സമയത്താണല്ലോ അത് വരുന്നത്. അപ്പൊ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഓനന്ന് വന്നിട്ട് നമ്മളെ ഈ കൃഷ്ണകോളെ ഗ്രൗണ്ടിൽ ഇങ്ങനെ കിടന്നിട്ട് തന്നെ പറഞ്ഞത്, എടാ ഒരു ദിവസം എന്റെ ഒക്കെ കീശയിൽ ഉണ്ടാവുള്ള ഞാൻ ഈ പറഞ്ഞ സാധനം. ഞാൻ പറഞ്ഞത് എന്താ ജെയിംസ് ബോണ്ട് സിനിമയോ? ജെയിംസ് ബോണ്ട് സിനിമയൊന്നും അല്ലല്ലോ, ഈ സാധനം കീശയിൽ വെച്ചിട്ട് ഫോണാണ്. ഈ ഇങ്ങനത്തെ ഈ എടുക്കൊന്നും വരരുത്. അത് മാത്രല്ല, നമുക്ക് മറ്റേ ടെലിഫോൺ കമ്പി ഇല്ലാത്ത ഒരു ഫോണിനെ പറ്റി ആലോചിക്കാനും പറ്റൂലല്ലോ. ആലോചിക്കാൻ പറ്റൂലല്ലോ. നമ്മളിത് ഇവിടെ കമ്പി ഉള്ള തന്നെ അന്ന് ഇത് കാത്തു മറ്റേ റിംഗ്ടോൺ ഉണ്ടോന്ന്, അങ്ങനെ ആയിരുന്നല്ലോ. അന്ന് ഇത് ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കണം ഈ സാധനം കിട്ടാൻ 6 മാസം. എന്നിട്ടാണ് നമുക്കൊരു ഫോണിന്റെ കണക്ഷൻ കിട്ടുക. എന്നിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ വലിയ വലിയ ആൾക്കാരെ കൊണ്ടൊന്ന് വിളിച്ചു പറയിപ്പിക്കും. എന്നാൽ മാത്രം കിട്ടുന്ന ഒരു അങ്ങനെ വലിയൊരു സംഗതിയാണ് ഇത്, ഒരു ഫോൺ കിട്ടുക എന്നൊക്കെ പറയാം. അങ്ങനത്തെ നമ്മളോടാണ് വന്നിട്ട് പറയുന്നത് സാധനം അടുത്ത് തന്നെ വരാൻ പോകുന്നു. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, നമ്മളെ ഒരു ലോങ് ജമ്പ് എന്തോ ചാടുന്ന ഒരു പൂഴി ഒരു സ്ഥലമില്ല ഗ്രൗണ്ടിൽ ഈ മൂലയിൽ, ഓർമ്മയുണ്ടോ? കൃഷ്ണമോളന്റെ ഈ മൂലയില് ലോങ് ജമ്പ് ചാടാൻ വേണ്ടിട്ട് പൂഴി ഇട്ടിട്ട് പൂഴി ഇങ്ങനെ കുഴിച്ചിട്ട് ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ ഇരുത്തണ്ട് വൈകുന്നേരം. അപ്പൊ അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഇരിക്കുമ്പോഴാണ് ഇത് വന്നിട്ട് ഇങ്ങനെ വിടല് നമ്മളോട് ഈ പൊയ്ക്ക് അവിടുന്നത് ജെയിംസ് ബോണ്ട് സിനിമയൊന്നല്ല, ഈ സംഗതി ഒന്നായിട്ട് ഇങ്ങോട്ട് വരരുത്. മാത്രല്ല എന്താണ് വലിച്ചതെന്നുള്ളതും കൂടി നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും കൂടുതലൊരു ഇങ്ങനെയൊക്കെ സ്വപ്നം കാണണമെങ്കിൽ. അപ്പൊ അത് കുറച്ച് കഴിയുമ്പോഴാണ് ഈ സാധനം യാഥാർത്ഥ്യമാകുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ആ സാധനം യാഥാർത്ഥ്യമായിട്ടാണ് ആ സംഭവം നടന്ന്. ഈ സാധനം വന്ന് ഇന്നിപ്പോ ഇത് ഏത് കുട്ടികളെ കഴിയിലും ഇതില്ലാത്ത ഇതില്ല, മൊബൈൽ ഇല്ലാണ്ട് ഒരു കളിയില്ല. അതുകൊണ്ടാണ് ആ ബന്ധങ്ങൾ പോയത്. SMC-യിലേക്ക് നമ്മള് പിന്നെ SMC-യിലേക്ക് വന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ആ കിഡ്സ് ആൻഡ് കോർണറും പാനുകാരുണ്ടായിരുന്നു. സാധാ പാൻ മറ്റേ ഇതൊക്കെ വിൽക്കുന്ന ഒരിതുണ്ടായിരുന്നു. ഒരു ഉത്തർപ്രദേശുകാരെ അന്ന് 50 പൈസറ്റാണ് ഒരു പാന്. അപ്പൊ ഞാനൊരു സ്വീറ്റ് പാൻ ഡെയിലി വൈകുന്നേരം എന്നും കഴിക്കുക. അങ്ങനെ അയാൾ ഇപ്പോഴും ഉണ്ട്, കിഡ്സ് ആൻഡ് കോർണറിൽ ഉണ്ട്. അയാളെ ബ്രദേഴ്സ് ഒക്കെ ആയിട്ട് ഇപ്പോഴും UP-കാരനാണ്. അയാളൊരു ചെറിയ അയാളാണ് ഇന്ന് ഈ ഒരുവിധം നമ്മളെ കോഴിക്കോട്ടുകാർക്കൊക്കെ ഈ പാന് കഴിക്കാൻ പഠിപ്പിച്ചു കൊടുത്തതെന്ന് ഒരു സംശയമുണ്ട്. അന്ന് ആരുമില്ല, എവിടെയില്ല. ഫസ്റ്റ് പേഴ്സൺ. അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടുന്ന് നെയ്റോസ്റ്റ് മസാലയൊക്കെ കിട്ടും. ഈ കിഡ്സന്റെ അകത്ത് ഹോട്ടൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഹോട്ടലിൽ പോയി കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഒരു പാനൊക്കെ അടിക്കും. ഈ പാനില്ലെങ്കിലും അടിക്കും. ഒരു ദിവസം ഒന്നെങ്കിലും നമ്മള്. അന്ന് ഷാർജ ഷേക്ക് എത്തിയിരുന്നു അവിടെ. അന്ന് അയാളെ ഉള്ളിലായിരുന്നു. ഫസ്റ്റ് കാലഘട്ടത്തിൽ എത്തിയില്ല, ഉള്ളിലായിരുന്നു. പിന്നെ എത്തിയിട്ടില്ല നമ്മളെ. പിന്നെ എനിക്ക് തോന്നുന്നു 92-ലൊക്കെയാണ് അയാൾ അവിടെ തുടങ്ങിയെന്ന ഒരു സമയം. 90 ഒക്കെ ആയിട്ടുണ്ടാവും, 80 തന്നെ ഉണ്ടാവും. അപ്പൊ അയാളെ ഷോപ്പ് തന്നെ ആയിരുന്നല്ലോ ഉള്ളില്, ആ വിപ്കോന്റെ മുന്നിലുണ്ടായിരുന്നു. അതിന്റെ മുമ്പിലുണ്ടായിരുന്നു അയാൾക്ക് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഇവിടുന്നാണ് അയാൾ കൂട്ടി വരുന്നത്. അയാളെ മകനൊക്കെ കൂടിയായിട്ടാണ് ഇത് തുടങ്ങുന്നത്. അങ്ങനെ അതൊരു വലിയ സംഗതിയായിരുന്നു. 10 റുപ്യക്ക് നല്ല ഷാർജ ഷെയ്ക്കും അതൊക്കെ കുടിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു വലിയൊരു ഗ്ലാസ് ജ്യൂസ്. അത് 2 വേണ്ട, അത്ര വലിയൊരു സാധനം അന്ന് കിട്ടിയായിരുന്നു. തണുത്തിട്ട് കുടിക്കാൻ പറ്റൂല, അങ്ങനത്തെ സാധനമായിരുന്നു കിട്ടുക. അത് ഒരു വിശാല സംഗതി. എന്തോ ഒരു സ്പെഷ്യലാണ് അയാളെ ആ ഒരു സംഗതി. ഭയങ്കര ക്യൂ ആയിരുന്നല്ലോ അത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ ക്യൂ ആണ്. നമ്മളെ സർവത്ത് ഭാസ്കരേട്ടന്റെ അടുത്ത് പോയ മാതിരിയാ.
ഇയാളെടുത്ത് ജ്യൂസ് കിട്ടണമെങ്കിൽ. ഭയങ്കര പണിയാണല്ലോ അവിടെ പോയാൽ ജ്യൂസ് കുടിക്കുക. അതേ മാതിരിയാണ്. അതെ അതെ. പിന്നെ അതെ. അല്ല, ഈ SM സ്ട്രീറ്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു അമ്പലം ഉണ്ടല്ലോ അല്ലെ? ഉണ്ട്. ഒരു ദുർഗാദേവി ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രമാണ് ആ പ്രദേശത്തിന്റെ വെളിച്ചം എന്നാണ് പറയാറ്. അതിനൊരു ഒരു കഥയുണ്ട്. പക്ഷെ ആ കഥ വിശ്വാസം ഓർമ്മയില്ല. അങ്ങനെ ഒരു സ്റ്റോറി തന്നെ ഉണ്ടായി. അപ്പൊ ആ ഒരു ദേവി അവിടെ വെളിച്ചമാണ് ആ SM സ്ട്രീറ്റിൽ ഏത് കാലത്തും ഉണ്ടാകുന്ന ആ ഒരു പ്രഭക്കുള്ള കാരണം എന്നാ പറയുന്നത്. അത് രാവും പകലും ഇരുട ഇല്ലാത്തൊരു സ്ഥലമാണ് SM സ്ട്രീറ്റ് അന്ന്. അതെ. അപ്പൊ അതിന്റെ കാര്യമൊക്കെ ഇരുട്ടിലാണ് ഏകദേശം. വെറുതെ കുറെ ആള് നടക്കുന്നുണ്ട്. അതെ, SM സ്ട്രീറ്റിൽ കച്ചവടം കുറവാണ് ഇപ്പൊ. പിന്നെ ആ സമയത്ത് ഈ SM മുമ്പായിട്ടേ പണ്ടൊരു ലക്കി ഹോട്ടൽ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ലക്കി ഹോട്ടൽ ഓർമ്മയുണ്ട്. പിന്നെ അതിന്റെ മേലെ എന്താ പറയാ, നമ്മുടെ നാടൻ ഭാഷയിൽ വട്ടക്കോളി എന്ന് പറയും. ഈ ബട്കൽ ഏരിയ എന്നുള്ള മുസ്ലിം ഫാമിലിയാണ് നടത്തിയിരുന്നത്. താഴെ ചായ, സമോസ, അതൊക്കെ. മുകളിലേക്ക് മറ്റേ എന്താ പറയാ, ഫാമിലി റൂംസ് ഒക്കെ ആയിട്ട്. ലക്കി ഉണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ മഹാരാജാസ്. മഹാരാജാസ് ഇപ്പോഴും ഉണ്ട്. മഹാരാജാസിന്റെ മറ്റേ ബൂന്തിയൊക്കെ വലിയ ഫേമസ് അല്ലേ? ഇപ്പോഴും ഉണ്ട്. ആ ഒരു വലിയൊരു വെള്ള ഷർട്ട് ഇട്ടിട്ട് ഒരാളുണ്ടായിരുന്നു. മൂപ്പര നമുക്ക് ചായ ഒക്കെ കൊണ്ട് തരിക. ആരും ഇല്ലെങ്കിലും ചായ കുടിക്കൂ, അവിടെയും കയറില്ല. അതൊക്കെ ഒരു വലിയ സംഭവല്ലേ. പിന്നെ അതുപോലെ കുറച്ചും കൂടി പോകുമ്പോ പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഹലുവ കടകളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ഹലുവ കടകള്. പിന്നെ ഒരു ബ്യൂട്ടി സ്റ്റോർ. എപ്പോ നോക്കിയാലും മറ്റേ ആകാശവാണി തുറന്നു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ്. എന്താ പറയാ, എന്ത് സെയിലാണ്? റിഡക്ഷൻ സെയിൽ, ഡിസ്കൗണ്ട് സെയിൽ, റിഡക്ഷൻ സെയിലിന്റെ സ്ഥലം. അത് നസറുദ്ദീൻ. അതെ. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു നടത്താണ്. പിന്നെ ഓഫ് കോഴ്സ് മറ്റേ ഇതൊക്കെ ഉണ്ട്. ബിന്ദു ഹലുവ അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാല് ഈ മറ്റേ വൈകുന്നേരം അവിടുത്തെ കുറെ സാഹിത്യകാരന്മാരൊക്കെ കൂടി നിൽക്കുന്ന ഒരു സായിവിന്റെ കട എന്ന് പറയുന്ന ഒരു കട ഉണ്ടായിരുന്നു, രാധാ തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്. പിന്നീട് എനിക്ക് തോന്നുന്നു അവിടെയാണ് മറ്റേ മനോരമ മ്യൂസിക് വന്നത്. അതിപ്പോ പ്രേമൻ അയാളെ മകനുണ്ട്. പ്രേമനാണ് ഇപ്പൊ നടത്തുന്നത്. ഒരു പ്രേമനുണ്ട്, പരിചയമുണ്ട്. ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. അതിന്റെ അടുത്ത് ബാലൂസ് എന്ന് പറയുന്നത് മറ്റേ കട്ടിംഗ് ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ. അതിന്റെ ഉള്ളിൽ ഒരു ഹോട്ടലും ഉണ്ട്, മോഡേൺ ഹോട്ടൽ. ഓർമ്മയുണ്ടോ? മറ്റേ സാഹിബിന്റെ കട എന്താ വെച്ചാൽ സാഹിബിന്റെ കടയിൽ കുറെ ഇതൊക്കെ കിട്ടും, കുറെ പ്രസിദ്ധീകരണങ്ങളൊക്കെ കിട്ടും. ഒരുവിധ എല്ലാ പത്രങ്ങളും അതൊക്കെ വാങ്ങാനും വായിക്കാനും നല്ല സർവത്തും കിട്ടും. നല്ല സർവത്തൊക്കെ. ശരി, ഓക്കെ. അതിനുള്ളിൽ നമ്മളെ ഈ കോഴിക്കോട്ടുള്ള അന്നത്തെ എല്ലാരും കാണാം. മറ്റേ തിക്കോടിയൻ അവിടെ ഉണ്ടാവും. ഉണ്ടാവും, എല്ലാരും. പിന്നെ അതുപോലെ തന്നെ KA കൊടുങ്ങല്ലൂർ അവിടെ എപ്പോഴും കാണാറുണ്ട്. എല്ലാ എഴുത്തുകാരും അവിടെ ഉണ്ട്. പിന്നെ കുറച്ച് ജേർണലിസ്റ്റുകൾ, മാതൃഭൂമി എന്നുള്ള ചില ജേർണലിസ്റ്റുകൾ, അവരെല്ലാരും ഒന്ന്. അതെ അതെ അതെ. അന്ന് അതാണ് അന്ന് പിന്നെ ഇവരെ കാണാൻ വരുന്ന സാഹിത്യകാരന്മാരും ഉണ്ടാവും കൂടെ. SM സ്ട്രീറ്റിലൂടെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയില്ല, പല ആൾക്കാരായിട്ട് ഒക്കെ ഒരു സെല്യൂട്ട് അടിക്കുന്ന ഒരു ബന്ധമാണ്. എല്ലാരായിട്ടും ഒരു കണക്ഷനാ. അപ്പൊ നിങ്ങളാണെങ്കിൽ നിങ്ങളൊരു നടന്നു വരുന്നുണ്ടാവും, നമ്മള് വേറൊരു വഴിക്ക് പോകുന്നുണ്ടാവും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും, ഒരു നമസ്കാരം പറയും. മാത്രല്ല മറ്റേ പലരും ഈ പറഞ്ഞ പല പ്രശസ്തരും ആദ്യമായിട്ട് കാണുന്ന ഈ SM സ്ട്രീറ്റിന്നേ ഞങ്ങള് വേറെ ഒരു സംഗതി ചെയ്തിരുന്നു. ഈ റോട്ടിന്റെ മേലെ ഇരുന്നിട്ട് ഏതെടുത്താലും 10 റുപ്യ എന്ന് പറഞ്ഞ് വിൽക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഏതെടുത്താലും 10 റുപ്യ എന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ച് വിളിച്ചിട്ട് വിൽക്കുന്നുണ്ടാവും. നമ്മളെ ഏകലവ്യൻ സിനിമയിലൊക്കെ അഭിനയിച്ച കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഓർമ്മയുണ്ടോ? മറ്റേ ഒരു പിന്നെ ഗുണ്ടയായിട്ടാണ് അഭിനയിക്കുന്നത്. ഒരുപാട് സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവര്. ഞങ്ങളെ കൂടെ എന്റെ ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. ഒരു യമഹ വണ്ടീന്റെ മേലെ വരും. അന്നൊരു ഫോറിൻ വണ്ടി കോഴിക്കോടുള്ളത് അത് മാത്രമേ ഉള്ളൂ, അവന്റെ വണ്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ അവൻ പിന്നെ ഫിലിം ആക്ടറായി. അവൻ ഒരുപാട് സിനിമയിലൊക്കെ ഉണ്ട്. നമ്മളെ മമ്മൂട്ടി കളക്ടറായിട്ടൊക്കെ. അതെ, കൃഷ്ണൻ മരിച്ചുപോയി. അയാളുടെ ഒരു ബ്രദറും ഉണ്ടായിരുന്നു, പ്രിയൻ. അതെ അതെ അതെ, പ്രിയൻ. എനിക്കറിയാം കൃഷ്ണൻ. കൃഷ്ണൻ സിനിമയിലൊക്കെ അഭിനയിച്ചോ? പിന്നെ എത്ര സിനിമയിൽ അഭിനയിച്ചു, ഒരുപാട് വില്ലൻ റോളിലൊക്കെ അഭിനയിച്ചു.
നല്ല വില്ലനായിരുന്നു, നല്ല രസമായിട്ട് അഭിനയിക്കായിരുന്നു, നല്ല രസമായിരുന്നു. പുള്ളി മരിച്ചുപോയി, തൃശ്ശൂർ നിന്നാണ് മരിച്ച, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. കുറെ കാലമായി. നൈജീരിയൻ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതെ അതെ അതെ, നൈജീരിയയിലായിരുന്നു അവന്റെ അച്ഛൻ. അവിടെ കമ്മീഷണറൊക്കെ ആയിട്ട് പോയിട്ട് അച്ഛനും അമ്മയൊക്കെ അവിടെ ഇരുന്നുണ്ടായി. പിന്നെ ലണ്ടനിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് ഇവിടെ എത്തിപ്പെടുന്നത്. അങ്ങനെ പിന്നെ നമ്മുടെ കൂടെ കുറെ കാലങ്ങൾ ഉണ്ടായിരുന്നു. അവര് നമ്മളെ KTCന്റെ അവരൊക്കെ ജയരാജന്റെ ഒക്കെ ബന്ധുവാണ്, ഡോക്ടർ ജയരാജന്റെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ എത്തിപ്പെടുന്നത്. ഞാനും കൃഷ്ണനും കൂടി ഒരു ദിവസം, കൃഷ്ണൻ, ഞാൻ, കിഷോർ, ആരൊക്കെ ഉണ്ട്, അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ നടന്നു. ആൾക്കാരെ പേരൊന്നും പറയേണ്ട പറഞ്ഞു പോകുന്നല്ലേ. അപ്പൊ ഈ കൃഷ്ണന്റെ പറയാ ഏതായാലും. അങ്ങനെ ഞാനും കൃഷ്ണനൊക്കെ കൂടിയിട്ട് പോകുമ്പോ ഞങ്ങൾക്കൊന്ന് തോന്നി, ഇയാളോടൊന്ന് പറഞ്ഞു, ഞങ്ങളൊന്ന് വിറ്റു പോകട്ടെ, ഞങ്ങളൊന്ന് 2 മിനിറ്റ് തീർക്കട്ടെ ചോദിച്ചു. ഏതെടുത്ത് 10 രൂപ തന്നിട്ടൊന്ന് വിളിച്ചുകൊണ്ട് വെക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് ഇയാളെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ ഇതിന്റെ ആൾക്കാരെ വിളിച്ചിട്ട്, ഏതെടുത്താലും 10 രൂപ വാങ്ങുന്നോ ഇത് ചോദിച്ചിട്ട് ഒച്ചത്തിൽ വിളിച്ചിട്ട് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് വെറുതെ സാധനം എടുത്തിട്ട് ഒരു രസോ ഞങ്ങളെ കൂടെ കൂടിയിട്ട്. അന്ന് എനിക്ക് ഇന്ന് ഓർമ്മ, നമ്മളെ CH മുഹമ്മദ് കോയയുടെ തീയുണ്ട്, ബാവുക്കാന്ന് പറഞ്ഞിട്ടാണ് പുള്ളിന്റെ കൂടെ, പുള്ളിന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. ബാവുക്ക സൈക്കിളിൽ ഇങ്ങനെ പോവുക, അയാൾ സൈക്കിളിലാ പോവുക. അപ്പൊ ഈ ബാവുക്ക പെട്ടെന്ന് ഞങ്ങളെ കണ്ടപ്പോ ചാടി കൊണ്ട്, എന്താണ് മധു, എന്താ ചെയ്യുന്നത് റോഡിന്റെ നടുവിൽ? ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, ഞങ്ങൾക്ക് ജീവിതത്തിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നാലോ, അപ്പൊ ഇതൊന്നും നടക്കട്ടെ. അങ്ങനെ ഞാനും കൃഷ്ണനും കൂടി കുറച്ചു നേരം ഒരു രസം ചെയ്തിട്ട്. അപ്പൊ കൃഷ്ണന് മറ്റേ ഈ മലയാളം കറക്റ്റ് വരില്ലല്ലോ, ഏടെടുത്താലും 10 റുപ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചിമണിയൊക്കെ ആയിട്ട് കുറച്ച് രസമായിരുന്നു. കുറെ ആൾക്കാർ നമ്മളെ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ പോയി. അങ്ങനെ SM സ്ട്രീറ്റിന്റെ ഒരു കഥകൾ പറയുകയാണെങ്കിൽ ഒരു 10 എണ്ണം വേണ്ടി വരും. എന്താ അല്ലേ? നിങ്ങളെ കുറെ അനുഭവം ഞാൻ പറഞ്ഞ ഇതേമാതിരി തന്നെ പറയാൻ നിങ്ങൾക്ക് ഉണ്ടോ? അപ്പൊ നമ്മൾ രണ്ടാളും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ എപ്പിസോഡുകൾ ഇത് ചെയ്യേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മളെ കുറെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരെ ഷോപ്പ് ഉണ്ടായിരുന്നു. KR സജീവന്റെ പീഡിയ, സന്ദീപ്, മറ്റേ ഇയാളെ PK ബ്രദേഴ്സ് ഷോപ്പ്, പിന്നെ കേരള സ്റ്റേഷൻ, PV ബുക്ക് സ്റ്റോൾ, പിന്നെ കേരള സ്റ്റേഷനറി മാർട്ട്. കേരള സ്റ്റേഷനറി മാർട്ടൊക്കെ അന്നത്തെ വലിയ ജഗദീഷ് ആണ്, അയാൾ എന്റെ കൂടെ പഠിച്ച സ്കൂളില്. പിന്നെ ഹനുമാൻ കോവിൽ, അത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറം ഹനുമാൻ കോവിൽ ഉണ്ടല്ലോ. അവിടെ ഏതൊരു ദിവസം ഭയങ്കര തിരക്കാ, വെള്ളിയാഴ്ചയാ, വ്യാഴം ശനി, വ്യാഴാഴ്ച ശനിയാഴ്ച ഭയങ്കര തിരക്കായിരിക്കും. തിരക്കാണ്. ഞാൻ അവിടെ കയറും. ഞങ്ങളെല്ലാരും കൂടി പോകുന്നതിന്റെ ഇടയിൽ ഞങ്ങൾ ഈ 2 അമ്പലങ്ങളിൽ കയറുന്ന ഒരു പരിപാടി ഉണ്ട്. ഒച്ചിമുളിയൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് കയറിയിട്ട് ഒന്ന് തൊഴുതിട്ട് മൂപ്പരെ ഭഗവാനൊക്കെ ഒന്ന് സല്യൂട്ട് അടിച്ചിട്ടേ ഞങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അത് പണ്ടേ ആ ഒരു പരിപാടി അവിടെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതുപോലെ ഒരു കാപ്പിപ്പൊടി വിൽക്കുന്ന ഒരു പീടിക ഭയങ്കര. ഞാൻ ഒരിക്കൽ കോഴിക്കോട് പോയപ്പോ മറ്റേ അന്ന് അവിടെ ഇരിക്കുന്ന ആളായിട്ട് ഇങ്ങനെ വർത്താനൊക്കെ അയാൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങളുടെ അച്ഛൻ ഇവിടുന്ന് സ്ഥിരമായിട്ട് മറ്റേ കോഫി വാങ്ങുന്ന ഒരാളായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മനസ്സിലായത് ഷോപ്പ് അല്ലേ, ഹനുമാൻ കോവിൽ കഴിഞ്ഞ് രണ്ടാമത്തെയോ ആ ഷോപ്പ്. അതെ, കാരണം ഹനുമാൻ കോവിലിൽ ഈ പറഞ്ഞ മാതിരി മറ്റേ തൊഴുന്ന ആൾക്കാർ ചിലരൊക്കെ അവിടെ നിന്ന് പോയിട്ട് കാപ്പി അപ്പൊ തന്നെ ഫ്രഷ് ആയിട്ട് കൊടുക്കുന്നതാണല്ലോ. അതൊക്കെ പഴയ ആൾക്കാരല്ലേ. അതെ. പിന്നെ ആ കണ്ടായത് എന്താണ്, പിന്നെ അതിന്റെ മുന്നിൽ ബാറ്റ മാത്രമല്ലോ, ആ പാർസികളെ ഒരു അമ്പലം ഇതുണ്ടായിരുന്നു, ഷോറൂം കഴിഞ്ഞിട്ട് അങ്ങനൊക്കെ അമ്പലം ഉണ്ടായിരുന്നു. അവരതാണല്ലോ അവിടെ അങ്ങനെയില്ല ബിൽഡിംഗ് മുഴുവൻ. അതൊക്കെ വലിയൊരു, അത് പഴയതായിട്ട് അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. SM സ്ട്രീറ്റ് ഈ എപ്പിസോഡ് കൊണ്ട് തീരില്ല, കാരണം ഇനിയും നമ്മളെ സമയമായെന്ന് തോന്നുന്നു. സമയമായി ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ. നമുക്ക് SM സ്ട്രീറ്റിലെ കഥകളുമായിട്ട് വീണ്ടും തിരിച്ചു വരാം, വീണ്ടും തുടരാം നാളെ. SM സ്ട്രീറ്റിൽ ഇനിയും ഉണ്ട്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡ് കിടക്കില്ലേ. അതെ അതെ, ഒരുപാട് അവിടുത്തെ ഈ മറ്റേ പിന്നെ അപ്പോ പല പഴയ ബേക്കറികളും പല അമ്പലങ്ങളും പല പള്ളികളും പല സംഗതികൾ അതിനുള്ളിൽ പറയാനുണ്ട്. ഇന്നത്തെ ആൾക്കാർക്ക് അറിയാത്ത ഒരുപാട് സംഗതികളുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ നമുക്ക് വീണ്ടും നമുക്ക് ഒരു വേറൊരു എപ്പിസോഡായിട്ട് വരാം. ഇപ്പൊ തൽക്കാലം നമ്മുടെ പ്രേക്ഷകരോട് വീണ്ടും ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ഇന്നത്തെ ഈ
എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. നമസ്തേ. നമസ്തേ.